നമസ്കാരം. മലയാളി വാർത്ത ഇന്ന് നിൽക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇത്തവണ മൂവാറ്റുപുഴയിൽ ആര് വിജയിക്കും എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. ഈ ഇലക്ഷനിൽ മൂവാറ്റുപുഴ, അതായത് ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നത്? ഇവിടെ ആരും ജയിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതെന്താ അങ്ങനെ പറയാം? ഇവിടെ നോക്കണമാരെല്ലാം കൊള്ളരാത്തന്മാരാണ്. അതെന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടാണ്? നമുക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യണമാരൊക്കെ ഉണ്ടേ, അവരില്ലാത്ത കൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോവില്ല. അതെന്തുകൊണ്ടാ? പ്രയോജനമില്ല അല്ലെങ്കിൽ വികസനം ഒന്നും ഇതുവരെ വന്നിട്ടില്ല? ഇല്ല, വന്നിട്ടില്ല. എന്താ വികസനം ഇവിടെ? ഈ മൂവാറ്റുപുഴയിലെ റോഡ് നിങ്ങൾ അവിടെ നോക്കുമ്പോട്ടില്ല, ആ റോഡ് കിടക്കണുണ്ടോ? എത്ര കാലം ഞങ്ങൾ ഈ കട്ടറിക്കടി ചാടി നടുപിടിക്കണമെന്നറിയോ? നല്ലൊരു MP MLA ഒക്കെ നമുക്കുണ്ടെങ്കിൽ അവരിതൊക്കെ നമുക്ക് സാധിച്ചു തരും. ഒരു ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർ കാണുന്നുണ്ട് എന്ത് ട്രാഫിക് ബ്ലോക്കാണെന്നുള്ളത്. ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട്, 15 കൊല്ലായി, അത് തുറന്നിട്ടില്ല. അത് യുവന്മാർ തമ്മിലുള്ള ഈഗോയാണ്. ഈ രാഷ്ട്രീയക്കാരുടെ ഒരു വടംവലി. ചുമ്മാ അവിടെ പണിതിട്ടേക്കല്ലേ, കോടികൾ മുടക്കി, എന്നിട്ട് അവർ ചെയ്യണില്ല. പിന്നെ ഇവർക്കൊക്കെ നമ്മൾ എന്തിനാ വോട്ട് ചെയ്യണേ? ഇതൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പരാതി അവർക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഇഷ്ടം പോലെയല്ലേ, അപ്പൊ അവരെന്താ മറുപടി പറഞ്ഞു? അവര് തമ്മിൽ തർക്കാന്നേ, രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തർക്കം. നിങ്ങൾ ആ പാലത്തിന്റെ അവിടെ ഒന്ന് പോയി നോക്കി, ഈ ബൈപ്പാസ് വരാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ നികുതി കൊടുക്കണ കാശിനൊന്നും ഒരു കുറവില്ലല്ലോ, ഒരു പൈസ കുറച്ച് തന്നെ ഇല്ലല്ലോ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇലക്ഷനോട് താല്പര്യമില്ല. ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നു? അത് അന്നേരം തീരുമാനിക്കുള്ളൂ. കാരണം ഉമ്മാരെയൊക്കെ മടുത്തു നമ്മള്. അതുകൊണ്ട് നമുക്ക് കോൺഗ്രസിന് ഡീൻ കുര്യാക്കോസ് വൻ ഇതിൽ വിജയിച്ചു വരും. അങ്ങനെ പറയാനുള്ള കാരണം ഡീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ വരെ അത്രയും നല്ല പ്രവർത്തന മേഖലയിലുള്ളൊരു വ്യക്തിത്വമാണ് ഡീൻ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കാരണം അത്ര നല്ല വ്യക്തിയാണ്. എന്ത് കാര്യങ്ങൾക്കും നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ ഇറങ്ങാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അധികാരമാണ് നമുക്ക് ഇത്തവണ വളരെ ചിന്താവേശിതമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാം നമ്മുടെ യുവതലമുറയ്ക്ക് ഒത്തിരി ദുരിതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ മാറ്റിയെടുക്കാനും കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇത് മറ്റേ പേടി കുറവല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭരണം വെച്ച്, പിണറായിയുടെ ഭരണം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് വരേണ്ടത് എത്രത്തോളം അനിവാര്യമായിട്ട് ചേട്ടന് തോന്നുന്നു? കോൺഗ്രസ് വന്നത് അനിവാര്യം. കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരനായിരുന്നു, നമ്മുടെ കുടുംബം മൊത്തം. പക്ഷെ അതിലുപരി കോൺഗ്രസിനോടാണ് താല്പര്യം. പൊതുജനത്തിന് ആവശ്യം സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ, പ്രവർത്തന മേഖലകൾ, സാമൂഹ്യപരമായ കാര്യങ്ങൾ, ജനസേവനം, അങ്ങനെയുള്ള ഇതിലൊക്കെ വളരെയധികം കോൺഗ്രസിനെ കൊണ്ട് സാധിക്കും. അതിപ്പോൾ നമ്മുടെ കരുണാകരൻ സാറുള്ളപ്പോഴും ഉമ്മൻചാണ്ടി സാറുള്ളപ്പോഴും അത് തെളിവാണല്ലോ. അതിലുപരി കോൺഗ്രസിൻ്റെ അധികാരം ഒരു ഐശ്വര്യമായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഞങ്ങളെല്ലാം. ഞാനൊക്കെ CPM ഒത്തിരി വർക്ക് ചെയ്ത ആളാണ്. ഒത്തിരി ദുരന്തങ്ങളിൽ നിന്നും മാറിയിട്ടാണ് ഞങ്ങൾക്ക് ആലോചിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമായിട്ട് വിജയിച്ചു വരണം. നമുക്കൊരു മാറ്റം ആവശ്യമാണ്, അനിവാര്യമാണ്, അല്ലേ? ഡീൻ കുര്യാക്കോസ് ജയിക്കണമെന്നാണ് ഡീൻ കുര്യാക്കോസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നല്ലൊരു വ്യക്തിത്വമാണ്, നല്ല മനുഷ്യനാണ്, ജയിക്കണം എന്നാണ്. ഇപ്പോഴത്തെ ഒരു ഭരണം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് വരേണ്ടത് എത്രത്തോളം അനിവാര്യമായിട്ട് തോന്നുന്നുണ്ട്? കോൺഗ്രസ് അനിവാര്യമായി മാറിയേക്കുക. എല്ലാ കാര്യങ്ങൾക്കും കോൺഗ്രസ് വന്നാലും അവിടെ എന്തെങ്കിലും മാറ്റം വരാൻ സാധിക്കുള്ളൂ. ഞങ്ങളൊക്കെ വെറും പാപ്പരായി. അയ്യോ, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്നാലും പൊതുവെ എല്ലാരും ഒരു അഭിപ്രായം പറയല്ലോ ഇലക്ഷൻ ഒക്കെ വരുമ്പോ. അതൊക്കെ വെച്ച് നോക്കുമ്പോ ചേട്ടന് എന്താ തോന്നുന്നത്? അതെനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല, അതാണ്. ഇവിടെ വന്നിട്ടുള്ള വികസനങ്ങളില്ലേ, ഇത്രയും കാലത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള വികസനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഇന്നയാള് ജയിക്കണം എന്ന് തോന്നുന്നല്ലോ സ്ഥാനാർത്ഥികൾ വരുമ്പോ. വികസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയപ്പെട്ട വികസനങ്ങളൊന്നും തന്നെ അങ്ങനെ എടുത്തു പറയാനായിട്ടില്ല. സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ജനസേവകൻ ചെയ്യേണ്ട വികസനങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ ഇപ്പൊ അവരൊക്കെ ചെയ്യുന്നുള്ളൂ. അത് തന്നെ തീർത്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ഇപ്പൊ എല്ലാവരും അവരവരുടെ രീതിയിലുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരതിനു വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത്. എല്ലാം കംപ്ലീറ്റ് ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരാളോട് സപ്പോർട്ടായിട്ട് പറയാനും പറ്റില്ല. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ആര് ജയിക്കണം എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഭൂരിഭാഗം പേരും പറയുന്നത് ഡീൻ കുര്യാക്കോസ് തന്നെ ഇത്തവണ വിജയിച്ച് വരണം എന്നുള്ളതാണ്. ഇനി ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കാം ഇവിടെ ആരാണ് വിജയിക്കുക എന്നുള്ളത് അറിയാൻ. ക്യാമറമാൻ രാജീവ് ആയപറമ്പിലിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, മലയാളി വാർത്ത.